അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. കൊല്ലം സുധിയെ അറിയാവുന്ന ഒരു വ്യക്തിയായ രാഗൻ രാധാകൃഷ്ണന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനകത്ത് അതിനകത്തൊരു ചെറിയൊരു ശകലം ഞാൻ കാണിക്കാം. ഇവിടെ മോള് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. എന്ന് പറയുന്ന ഒരു വ്യക്തി സുധിയുടെ തണലിലാണോ സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്? സുചേട്ടൻ മരിച്ചു പോയതല്ലേ, പിന്നെ അങ്ങനെ സുധിയുടെ തണലിൽ ജീവിക്കുന്നത്? പരമനാറി പട്ടി കഴിവരടാ മോളെ. നല്ല ചിരിയില്ലേ? സുചേട്ടൻ മരിച്ചു പോയില്ലേ? അത് തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? എവിടെ ഇരുന്നാ പറയുന്നത് നിങ്ങൾ നോക്കേ. ആ ഇരിക്കുന്ന ഇന്റർവ്യൂവിന്റെ തൊട്ട് ബാക്കിലിരിക്കുന്ന ഫോട്ടോ ആരുടെയാണ്? ഏതെങ്കിലും ദൈവത്തിന്റെ ആണോ? അല്ല, കൊല്ലം സുധിയുടെ ഫോട്ടോയാ. ആ ഫോട്ടോയുടെ മുന്നിലിരുന്നാ നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് എന്തുവാ? നിങ്ങളിപ്പോ ചിരിച്ചു കളഞ്ഞില്ലേ? ആ ഒരു വ്യക്തിയുടെ പേരും ഫോട്ടോയും തന്നെയാണ്. കൊറേ നാളായി നിന്റെ സൂക്കേട് തുടങ്ങിയിട്ട്. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം എടുത്ത് അതിനകത്ത് ഫോട്ടോ ആരുടെ കിടക്കുന്നത്? കൊല്ലം സുധി. മാർക്കറ്റിംഗ് എന്തോ യൂസ് ചെയ്യുന്നത്? കൊല്ലം സുധി. അപ്പം അങ്ങനെ ചിരിച്ചു കളയാനുള്ള ഐറ്റം അല്ല. ഓക്കെ, തണലിലാണോ ചോദ്യം എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാം. അതല്ലേ പറഞ്ഞ, സുചേട്ടൻ മരിച്ചുപോയി. ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു. രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നു? രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. പിന്നെ ഭർത്താവിന്റെ പേര് വെച്ചിട്ടല്ലാതെ വേറെ ആരുടെ പേരിൽ അറിയപ്പെടാൻ പറ്റത്തില്ല. ഒരു ആധാർ കാർഡും ഒരു അഡ്രസ്സും മാത്രം ഉണ്ടായിരുന്ന രേണു എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പം സോഷ്യൽ മീഡിയയിൽ വരാനും കുറച്ചധികം വീഡിയോസിനകത്ത് തല കാണിക്കാനും കുറച്ചധികം ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റിലെത്താനും ഇപ്പൊ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ പകരാനും അല്ലെങ്കിൽ പകർത്താനും അല്ലെങ്കിൽ പടരാനുമുള്ള സാഹചര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. 100% ഞാൻ യോജിക്കുന്നു. ആ ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ്, ആ ഒരു വ്യക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ്, ആ ഒരു വ്യക്തി ഉള്ളതുകൊണ്ടാണ്, ആ ഒരു വ്യക്തി ജീവിച്ചിരുന്നത് കൊണ്ടാണ് അവരുടെ ഫോട്ടോ എടുത്ത് ബാക്കിൽ വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഇതുപോലുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ട് കൊല്ലം സുധി മരിച്ചു പോകില്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇത് കാണുന്ന പ്രേക്ഷകർക്കും സുധിയെ എന്ന് പറയുന്ന ഇഷ്ടമുള്ള ആൾക്കാർക്കും ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആൾക്കാരെങ്കിലും കാണുമായിരിക്കും. ആ കുറച്ച് ആൾക്കാർക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് എന്ത് സന്തോഷമായിരിക്കും അതിൽ നിന്നും കിട്ടുന്നതെന്നും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കോട് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തേക്കണം കേട്ടോ, വ്യക്തമായിട്ട്. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. കഷ്ടായി പോയി. വെടിവെച്ച് കൊല്ലണം അപ്പൊ അതിനെ. കുളിച്ച് മിടുക്കനായിട്ട് ഇതൊക്കെ പണി ഞാൻ തരുന്നുണ്ട്. ഞാൻ പോകുന്നു. ബൈ ബൈ.